ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് 2 ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ യൂണിറ്റ് 1 നിങ്ങൾ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് 1 നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്. യൂണിറ്റ് 1ലേറെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഒറ്റവട്ടം കണ്ടാൽ മതി ക്ലാസ്, അതോടുകൂടി തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പോ യൂണിറ്റ് 2 ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. യൂണിറ്റ് 2 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് ആണ് ബ്ലോക്ക്. യൂണിറ്റ് 2 ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബാരിയേഴ്സ് എന്താ? വാട്ട് ഇസ് മീൻ ബൈ ബാരിയേഴ്സ്? അറിയോ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ? അപ്പൊ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്ന് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, തടസ്സം എന്നുള്ള അർത്ഥം. കമ്മ്യൂണിക്കേഷന്റെ തടസ്സങ്ങൾ ആണ് ചോദ്യം നമ്മളോട് ചോദിച്ചത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ചാപ്റ്റർ തന്നെ അതാവുമ്പോൾ എന്തായാലും വാട്ട് ആർ ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, വാട്ട് ആർ ദ മേജർ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിസ്ക്രൈബ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതൊരു എസ്സേ ടൈപ്പ്. ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എസ്സേ ടൈപ്പ് ആയിരിക്കും. അതല്ല ഒരു 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബാരിയർ എന്താ, ഫിസിക്കൽ ബാരിയർ എന്താ, കൾച്ചറൽ ബാരിയർ എന്താ എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിരിക്കും ചോദിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഈ ബാരിയേഴ്സ്, എല്ലാ ബാരിയേഴ്സും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? തുടങ്ങല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് എത്ര ബാരിയേഴ്സ് ഉണ്ട്? 6 ബാരിയേഴ്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ബാരിയർ, ഇമോഷണൽ ബാരിയർ, ഫിസിക്കൽ ബാരിയർ, കൾച്ചറൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ, ഓർഗനൈസേഷണൽ ബാരിയർ. അപ്പം 6 ബാരിയർ ഉണ്ട്. ഒന്ന് സൈക്കോളജിക്കൽ ആണ്, 2 ഇമോഷണൽ ആണ്, പിന്നെ 3-മത്തെ ഫിസിക്കൽ ആണ്, 4-മത്തത് കൾച്ചറൽ ആണ്, 5-മത്തത് ഫിസിയോളജിക്കൽ ആണ്, 6-മത്തത് ഓർഗനൈസേഷണൽ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ബാരിയേഴ്സ്. അപ്പൊ ഈ 6 അറിയാതെ ആരും തന്നെ എന്ത് ചെയ്യരുത്, എക്സാം ഹാളിലേക്ക് പോകരുത്. ഓക്കെ, സിമ്പിൾ ക്ലാസ്, സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്ലാസിന്റെ ഒപ്പം ഒന്ന് ഫോളോ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ നോട്ട് ഒന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ടെക്സ്റ്റ് ഒന്നും മറച്ചാൽ നിൽക്കണ്ട. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്ന് പറയാം. അപ്പൊ 6 ബാരിയേഴ്സ് കേട്ടോ. 6 ബാരിയേഴ്സ് ഏതാണെന്നുള്ളത് കാണാതെ പഠിക്കണം. നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ആദ്യം സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്താണ്? സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു മെന്റൽ ഓർ ഇമോഷണൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ഹൗ വി സെൻഡ്, റിസീവ് ഓർ അണ്ടർസ്റ്റാൻഡ് മെസ്സേജസ്. അപ്പം സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനിലുള്ള സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മെന്റൽ ഓർ ഇമോഷണൽ ഫാക്ടർ ആണ്. അതെന്താണ്? ഒരു വൈകാരികമായിട്ടുള്ള ഘടകമാണ്. ദാറ്റ് ക്യാൻ അഫക്ട്, അതെന്തിനു ബാധിക്കും? ഹൗ വി സെൻഡ്, നമ്മൾ സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യാം, ഓർ അണ്ടർസ്റ്റാൻഡ് മെസ്സേജസ്. സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് എന്തായാലും ഇത് സെൻഡ് ചെയ്യുന്ന അതാണ്. റിസീവ് ചെയ്യാറുണ്ട് നമ്മൾ ഒരാളെ മെസ്സേജ് കേൾക്കുന്നത്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനെ അഫക്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പം എന്താ പറഞ്ഞത്? എന്താണ്? സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു മെന്റൽ ഓർ ഇമോഷണൽ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട്, അത് അഫക്ട് ചെയ്യും, നമ്മളെ ബാധിക്കും. ഹൗ വി സെൻഡ്, നമ്മൾ എങ്ങനെ സെൻഡ് ചെയ്യുന്നോ, റിസീവ് ചെയ്യുന്നോ, അണ്ടർസ്റ്റാൻഡ്, ഒരു മെസ്സേജിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതോ ബാധിക്കുന്ന ഒരു ബാരിയർ ആണ് സൈക്കോളജിക്കൽ ബാരിയർ. കിട്ടിയെന്ന് വിചാരിക്കുന്നത് അല്ലേ? നമ്മളെ എന്ത് ബാധിക്കുക, നമ്മളെ മെന്റൽ ഇഷ്യൂ ഒരു കമ്മ്യൂണിക്കേഷനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ വൈകാരികമായ ചിന്ത ഒരു കമ്മ്യൂണിക്കേഷനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സൈക്കോളജിക്കൽ ബാരിയർ. ഓക്കെ അല്ലേ? ഇഫ് യു ആർ, ഫോർ എക്സാമ്പിൾ, പറയുന്നത്, ഇഫ് യു ആർ ആൻഷ്യസ് അബൌട്ട് എ ജോബ് ഇന്റർവ്യൂ, യു മേ ഹാവ് ട്രബിൾ ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ക്ലിയർലി. നമ്മൾ ഭയങ്കര നമുക്ക് പേടിയാണ്. ഒരു ജോബ് ഇന്റർവ്യൂ നമ്മൾ പോകുമ്പോൾ നമ്മളൊക്കെ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും അല്ലേ? സാധാരണ പേടി, നല്ല പേടിയുള്ളവർക്ക് ആ ജോബ് ഇന്റർവ്യൂ നന്നായിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് പാസ്സാവാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളൊരു എക്സാം ഹാളിൽ തന്നെ ഭയങ്കര എക്സാം പേടിച്ചാണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇഫ് യു ആർ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ജോബ് ഇന്റർവ്യൂലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൈക്കോളജിക്കൽ ബാരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, സൈക്കോളജിക്കൽ ബാരിയർ നമ്മൾ ഭയങ്കര വിഷമത്തിലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഭയങ്കര പേടിയിലോ ആയി കഴിഞ്ഞാൽ അത് നമ്മളെ അഫക്ട് ചെയ്യുന്ന പറഞ്ഞത്. ഓക്കെ അല്ലേ? അത് നമ്മളെ ബാധിക്കും, അഫക്ട് ചെയ്യാൻ ബാധിക്കാം. ഓക്കെ, ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് എ പ്രോബ്ലം, യു മൈറ്റ് നോട്ട് പേ അറ്റൻഷൻ ടു വാട്ട് സമ്മൺ എൽസ് ഈസ് സേയിങ്. നിങ്ങൾ വേറെ ഒരു കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, യു മൈറ്റ് നോട്ട് പേ അറ്റൻഷൻ ടു വാട്ട് സമ്മൺ എൽസ് ഈസ് സേയിങ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ബാരിയർ ആണ്. നിങ്ങളെ വൈകാരികമായിട്ടുള്ള ചിന്ത മറ്റുള്ള ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, വേറെ എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സ് അങ്ങനെ നിങ്ങളെ മനസ്സ് അങ്ങോട്ട് പോകില്ല. അതൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. ഓക്കെ, if you are in a bad mood, you might think someone's comment is rude, even though they didn't mean it that way. നമ്മളിപ്പോ ഒരു ബാഡ് മൂഡിലാണെന്നുണ്ടെങ്കിൽ, നമ്മളെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ച് നീങ്ങിയിരിക്കുന്നൊക്കെ പറയില്ലേ? നമ്മള് ബെഞ്ചിൽ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് നീങ്ങിരുന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡ് വേറെ ആണെന്നുണ്ടെങ്കിൽ പോയാന്ന് പറയും അല്ലേ? അപ്പം നല്ല ഒരു മൂഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, ഓക്കെ നീങ്ങിയിരിക്കും. അപ്പൊ നമുക്ക് ഓൾ എന്നോട് എന്താ അങ്ങനെ പറയാൻ, അല്ലെ ഓൻ എന്നോട് എന്താ അങ്ങനെ പറയാൻ എന്നുള്ള ഒരു ചിന്തക്കാരൻ വരിക അല്ലെ? അതാണ് പറഞ്ഞത്. നമ്മൾ നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ആ കമ്മ്യൂണിക്കേഷനെ പ്രതികരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ ദേ ഡിഡ്ന്റ് മീൻ ഇറ്റ്, അവരത് ചിന്തിച്ചില്ല, ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വേറെ വ്യാഖ്യാനിക്കും അല്ലേ? ചിലപ്പോൾ അത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മൂഡ് അനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുക, നമ്മളെ പ്രവർത്തികളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ?
സൈക്കോളജിക്കൽ ബാരിയർ സെറ്റ് ആണ് വിചാരിക്കുന്നത്. സൈക്കോളജിക്കൽ ബാരിയർ അപ്പൊ നിങ്ങൾ പഠിച്ചാലുള്ളത് psychological barrier refers to mental or emotional factors that can affect how we send, receive, or understand messages. Okay, mental or emotional factors that can affect how we send or receive or understand messages. ഇത്ര നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ നമ്മളോട് കുറച്ച് ഒരു 3 എക്സാമ്പിൾ അല്ലേ പറഞ്ഞത്. ഒന്ന് ഇന്റർവ്യൂവിന് പോകുമ്പോൾ, രണ്ടാമത്തെ എന്താ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വേറെ പ്രോബ്ലത്തിലാണെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും പിന്നെ നമ്മളെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടില്ല, പേഴ്സൺ മേ നോട്ട് സ്പീക്ക് അപ്പ് ഇൻ മീറ്റിംഗ് ബിക്കോസ് ദേ ആർ അഫ്രൈഡ് ഓഫ് ബീങ് ക്രിറ്റിസൈസ്ഡ് ഓർ ജഡ്ജ്ഡ്. നമ്മൾ ആരും തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയോട് കൂടി നമുക്കൊരു മീറ്റിംഗിലോ അല്ലെങ്കിലോ ഒക്കെ എണീറ്റ് സംസാരിക്കാൻ ഭയങ്കര മടിയാവാനുള്ള കാരണം എന്താ? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും അവരെന്നെ ക്രിറ്റിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും വിമർശിക്കോ അല്ലെങ്കിൽ അവരെന്നെ അളക്കോ ജഡ്ജ് ചെയ്യോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അളക്കോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട്. അവരിന്റെ പിന്നെ നമ്മളെ വിവരം അളക്കോ, എനിക്ക് ഇത്ര വിവരമുള്ളൂ എന്നുള്ള അവർ കരുതുമോ എന്നൊക്കെ ഉള്ള ഒരു തോന്നിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണേ, നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു മീറ്റിംഗിലൊന്നും സംസാരിക്കാൻ നമ്മൾ തയ്യാറാവാത്തതിന്റെ കാരണം. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കൽ ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, സെറ്റാണ് വിചാരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ആൻഡ് ഇമോഷണൽ ബാരിയർ. സൈക്കോളജിക്കൽ ബാരിയറുമായിട്ട് അടുത്ത ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം തന്നെയാണ് ഇമോഷണൽ ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ കേട്ടോ. ഇമോഷണൽ ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷൻ വെൻ എ സ്ട്രോങ് ഇമോഷൻ സച്ച് ആസ് anger, sadness, fear or excitement. Anger, sadness, fear or excitement affect how we communicate or understand messages. അപ്പം നമ്മളെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ നമ്മളെ ആങ്കർ, നമ്മളെ ദേഷ്യം, സാഡ്നെസ്, നമുക്കുള്ള ദുഃഖം, ഫിയർ പേടി, ഓർ എക്സൈറ്റ്മെന്റ് നമുക്ക് ആകാംക്ഷ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ ബാധിച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിക്കേഷനിലും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയും അത് ബാധിക്കും. അതാണ് ഇമോഷണൽ ബാരിയർ. ഫോർ എക്സാമ്പിൾ എടുക്കാം. ഇഫ് വി ആർ നെർവസ് അബൌട്ട് സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗ്രൂപ്പ്, യു മൈറ്റ് സ്ട്രഗിൾ ടു എക്സ്പ്രസ് യുവർ തോട്ട് ക്ലിയർലി. നമുക്ക് ഭയങ്കര പേടിയാണ് ഒരു ഗ്രൂപ്പിൽ, ഒരു അത്യാവശ്യം വലിയ ഗ്രൂപ്പിന്റെ മുമ്പിൽ നമുക്ക് സംസാരിക്കാൻ വലിയ പേടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ നമ്മളെ ആശയം മുഴുവനായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, നമ്മളെ ചിന്ത നമുക്ക് ക്ലിയർ ആയിട്ടും സംസാരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇഫ് യു ആർ നെർവസ്, നമ്മൾ എന്ത് ചെയ്യുക, വൈകാരികമായി നെർവസ് ആയി നിന്നാൽ സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ യു മൈറ്റ് സ്ട്രഗിൾ ടു എക്സ്പ്രസ്, നിങ്ങൾ എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യും, എക്സ്പ്രസ് യുവർ തോട്ട്സ് ക്ലിയർലി. You might struggle to express your thoughts clearly. You are excited, and if you are excited about a new idea, you might talk over others without giving them a chance to respond. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു പുതിയ ഐഡിയയിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട്, നമ്മൾ ആകാംക്ഷയോട് കൂടി ഒരു പുതിയ ഐഡിയ നമ്മൾ കാണുന്നുണ്ട്.